ഹലോ ഫോളോവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. സമകാലികമായ ടോപ്പിക്കുകൾ എടുത്ത് വീഡിയോ ചെയ്യുന്ന ഒരു ശൈലി പൊതുവെ ഞാൻ ഫോളോ ചെയ്യാറില്ല. കാരണം സമകാലികമായി വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും ചിട്ടകളും വരുത്തേണ്ടത് ഒരു കോമൺ സെൻസുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് പലപ്പോഴും സമകാലികമായ കാര്യങ്ങൾ വരുമ്പോൾ അതേപ്പറ്റി ഞാൻ കൂടുതൽ പരാമർശിക്കാറില്ല. എന്നിരുന്നാലും ഒത്തിരി എൻ്റെ ഫോളോവേഴ്സും എനിക്ക് പരിചയമുള്ള 1-2 ട്രെയിനേഴ്സും 2-3 പേർ കൂടുതൽ എനിക്കൊരു മെസ്സേജ് ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ബ്രീഫിങ് ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വേറൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്, അതല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഒത്തിരി ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന, അല്ലെങ്കിൽ ജിമ്മുകളിൽ പ്രത്യേകിച്ച് ഫിറ്റ്നസ് സെൻ്ററുകളിൽ ആരോഗ്യ പരിരക്ഷണത്തിനായി മാതാപിതാക്കന്മാർ വിടുന്ന 14, 15, 16, 17, 18, 19, 20 വയസ്സിലുള്ള കുട്ടികൾ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അവരുടെ മാതാപിതാക്കന്മാർ അവരെ ഫിറ്റ്നസ് സെൻ്ററുകളിലേക്കാണ് അയക്കുന്നത്. ഒരു പക്ഷേ അവരുടെ മാതാപിതാക്കന്മാർ ഫിറ്റ്നസ് സെൻ്ററുകളിൽ പോകുന്നവരായിരിക്കാം. ഈ കുട്ടികൾ ജിമ്മിൽ പോയതിനു ശേഷം എക്സസൈസ് ചെയ്ത് അവർ കാണുന്ന ഒരു ബോഡി ബിൽഡറിൻ്റെ ഫിസിക്കോ അതല്ലെങ്കിൽ ഒരു മൂവി ആർട്ടിസ്റ്റിൻ്റെ ഫിസിക്കോ അവർ ആഗ്രഹിച്ചുകൊണ്ട് അവരിൽ പലരും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കാര്യമായ ഒരു റിസൾട്ട് കാണാതെ ആയിക്കഴിയുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആകുകയും അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസർമാരുടെ ഇൻഫ്ലുവൻസിൽ അതല്ലെങ്കിൽ അവർ റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫ്ലുവൻസർമാരുടെ പുറകെ പോയി അത് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒരു ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം, ആ ഒരു ട്രെൻഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. കുട്ടികളും അത് റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ക്രിയാറ്റിനോ വേ പ്രോട്ടീനോ ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാം. അങ്ങനെ ആയിരിക്കാം നമ്മൾ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ റിസർച്ച് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, താരതമ്യേന കുറച്ച് സൈഡ് എഫക്റ്റ് കുറവാണ്, അല്ലെങ്കിൽ വേറെ ദൂഷ്യങ്ങളില്ല, അല്ലെങ്കിൽ അത് എടുക്കുന്നതുകൊണ്ട് ദൂഷ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവർ അത് യൂസ് ചെയ്യുന്നു. എന്നിരുന്നാലും ഒരു സുപ്പീരിയർ ജെനറ്റിക് ഇല്ലാത്ത വളരെ ഇൻഫീരിയർ ജെനറ്റിക്കുള്ള ഒരാൾ നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ടുകളും വളരെ സ്ലോ ആയിരിക്കും. പ്രത്യേകിച്ച് അവർ ചെയ്യുന്ന വർക്കൗട്ടുകളുടെ ഫോർമാറ്റ്, അതിൻ്റെ പീരിയഡൈസേഷൻ, അതിൻ്റെ പ്രോഗ്രഷൻ, അതിൻ്റെ റെസ്റ്റ് ഡ്യൂറേഷൻ, അതിൻ്റെ ന്യൂട്രീഷൻ, ഇതൊന്നും ആ ടൈപ്പ് ഓഫ് വർക്കൗട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ താരതമ്യേന റിസൾട്ടുകൾ ഉണ്ടാകില്ല. ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഇവർ ആ ജിമ്മിൽ കാണുന്ന ഒരു ഫിസിക്കുള്ള ഒരാളോട് അപ്രോച്ച് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരു ബോഡി ബിൽഡറോ അല്ലെങ്കിൽ ഒരു സോ കോൾഡ് നാച്ചുറൽ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒരു പേജ് ഫോളോ ചെയ്യുന്നു. അവരോട് റീച്ച് ഔട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റം ഇതായിരിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ഇവരും അനബോളിക് സ്റ്റെറോയിഡ്സോ കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുകയും അത് യൂസ് ചെയ്യുന്നതിലൂടെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ഫിറ്റ്നസ് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവർ ആ ഒരു കെണിയിലേക്ക് വഴുതി വീഴുന്നത് വഴിയായി അവരും ആളുകളുടെ ഇടയിൽ ഒരു പോപ്പുലർ ആകാം, അല്ലെങ്കിൽ ഇതുവഴി എനിക്ക് പോപ്പുലർ ആകാം, അല്ലെങ്കിൽ എനിക്കും ഇന്ന ഇൻഫ്ലുവൻസറിനെ പോലെ ആകാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അവർ ഈ തെറ്റായ മാർഗത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഒരുപക്ഷെ ഈ കുട്ടി ഒരു മെഡിസിന് പഠിക്കുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു സാധാരണ ഗ്രാജുവേഷൻ ചെയ്യുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു ബികോമിന് പോകുന്ന കുട്ടിയാകാം, ഒരു അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്ന കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കാം. അവർക്കൊന്നും ഈ ഒരു മേഖലയിലേക്ക് പോകുന്നതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. എന്ന് മാത്രമല്ല, അവർക്ക് ഉണ്ടായ ആരോഗ്യത്തെക്കാൾ മോശമായ ഒരു ആരോഗ്യ സ്ഥിതിയിലേക്ക് അവരുടെ ബോഡി മാറിക്കഴിഞ്ഞു. ഈ അനബോളിക് സ്റ്റെറോയിഡ് സൈക്കിൾ കഴിയുന്നതോടുകൂടി ഒരു അനബോളിക് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനുശേഷമുള്ള വാഷ് ഔട്ട് സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാം.
അതിന് സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ടല്ലേ വാഷ് ഔട്ട് ചെയ്യുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ആരോഗ്യം കൂട്ടാൻ അല്ലെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നാച്ചുറലായിട്ട് കൂട്ടാൻ പോകുന്ന ഒരാള് വഴുതി വീഴുന്നത് ഒരു ഡ്രഗ് അഡിക്റ്റിനേക്കാളും മോശമായ ഒരു സിറ്റുവേഷനിലേക്ക്, അവരുടെ ഇന്റേണൽ ഓർഗൻസ് പോലും നശിക്കുന്ന രീതിയിലേക്ക്, അവരുടെ ഫിസിയോളജിക്കൽ ബാലൻസ്, ഇമോഷണൽ ബാലൻസ്, അഗ്രഷൻ, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വരാവുന്ന അസുഖങ്ങൾ, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് വരാവുന്ന അസുഖങ്ങൾ, കരള്, വൃക്ക എന്ന് വേണ്ട ഇമോഷണൽ ബാലൻസ് എല്ലാം നശിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ കുട്ടി വഴുതി വീഴുകയാണ്. നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. ഇത് കൊടുത്ത ആൾക്കോ ഇത് കൊടുത്ത കൂട്ടായ്മയ്ക്കോ അവർക്ക് യാതൊരു നഷ്ടവും ഇതിൽ വരാനില്ല. പേഴ്സണലി ആ കുട്ടിയുടെ ഫ്യൂച്ചർ കുഴപ്പത്തിലായി, അതുവഴി ആ കുടുംബവും കുഴപ്പത്തിലായി. ഇനി നിങ്ങളോട് എനിക്കുള്ളൊരു ചോദ്യം, ആരും നിർബന്ധിച്ച് നിങ്ങളെ ഓടിച്ചിട്ട് മരുന്ന് കുത്തിവെച്ച് തന്നതല്ല, നിങ്ങൾ നിന്നു കൊടുത്തതാണ്. ഈ മരുന്ന് തരുന്ന ആൾക്ക് ഇതിനെപ്പറ്റി എന്ത് അറിവുണ്ട്? അല്ലെങ്കിൽ അറിവുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും അറിവുള്ള ആളാണ് നിങ്ങൾക്ക് അനബോളിക് സ്റ്റെറോയിഡ് തരുന്നതെങ്കിലും ആ മരുന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റ് ഏത് സെർച്ച് എഞ്ചിനിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ആരോടാണ് ഈ പറയുന്നത്? നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ് ആ മെഡിസിൻ യൂസ് ചെയ്യാൻ നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്തത്. അടുത്തതായി, ഈയിടെയായി നടന്ന ഏതോ ഒരു കോമ്പറ്റീഷൻ, സോ കോൾഡ് കോമ്പറ്റീഷൻ, ഇതൊന്നും ഒരു വലിയ കോമ്പറ്റീഷനിൽ ആർക്കും തുടങ്ങാം, എനിക്കും തുടങ്ങാം. ഇവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു പേര് വെച്ചും വേണമെങ്കിൽ തുടങ്ങാം. നിങ്ങൾ എന്തിനു നിന്നു കൊടുക്കുന്നു? എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, ആ കോമ്പറ്റീഷന് പോയ പാർട്ടിസിപ്പൻസിനോടാണ്. അവിടെ ഒരാൾ ഫസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും സെവൻത്തും എയ്ത്തും നയൻത്തും 10th എന്ന് വേണ്ട 40 പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്ന് കൊടുത്തത് കൊണ്ടല്ലേ അദ്ദേഹം ഫസ്റ്റ് ആയത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഈ പരാജയം ഏറ്റുവാങ്ങിയത്. എന്തിനു നിങ്ങൾ ഇങ്ങനെ ഫൂളിഷ് ആവുന്നു? അപ്പോൾ ഡോണ്ട് ബി ഫൂൾഡ് ബൈ അതേഴ്സ്. ഇത് നടത്തുന്ന ഇവന്റ് ഓർഗനൈസേഴ്സോ ഇത് നടത്തുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്കോ അവര് ജീവിതത്തിൽ വർക്കൗട്ട് പോലും ചെയ്യാത്ത ആളുകളാണ്. വല്ലവരുടെയും സ്പോൺസർഷിപ്പിന്റെ പൈസയിൽ അവരുടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾക്കുണ്ടായ നേട്ടം എന്താണ്? പരാജയം മാത്രം. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ആ കോമ്പറ്റീഷന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞത്. അത് കണ്ടിട്ട് തീർത്തും എനിക്ക് വിഷമം തോന്നി. കാരണം ആ നടത്തിയ ആളുകളോടോ ജയിച്ച ആളുകളോടോ റണ്ണറപ്പ് വന്നവരോടല്ല എനിക്കുള്ള വിഷമം. നിങ്ങളെപ്പോലെ വിദ്യാസമ്പന്നരായ ട്രെയിനേഴ്സും നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള എന്തിന് നിങ്ങൾ ഫൂൾഡ് ആവുന്നു? ഒരു കാര്യം ചെയ്യണോ വേണ്ടിയോ എന്നുള്ള തീരുമാനമെടുക്കാൻ അത് നമ്മളുടെ പേഴ്സണൽ ചോയ്സാണ്. ബുദ്ധി ഉപയോഗിക്കുക, മുന്നോട്ട് ജീവിതം നന്നായി കൊണ്ടുപോവുക. നിങ്ങൾ ബോഡി ബിൽഡർ ആവേണ്ടത് നിങ്ങളുടെ വീട്ടിലും ബോഡി ബിൽഡറിനെ പോലെ നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മെഡിസിൻ ഉപയോഗിച്ചുള്ള ഒരു ബോഡി ബിൽഡർ ആകുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ചങ്കുറപ്പുള്ള ചങ്കൂറ്റമുള്ള നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു യങ്സ്റ്റർ ആണെങ്കിൽ നിങ്ങളത് നാച്ചുറലായിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു ബോഡി ബിൽഡറിനെ പോലെ നിങ്ങൾ ജീവിക്കൂ. നല്ലൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു.